ഹായ് സുഹൃത്തുക്കളെ, ഗീമാസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ്. ഈസി ആൻഡ് ടേസ്റ്റി ചെറുപയർ കറിയാണ്. അപ്പോൾ 6 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചെറുപയർ കറിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒനിയൻ, വലിയ ഉള്ളി, പിന്നെ ഒരു 4 ചില്ലി പച്ചമുളക്, പിന്നെ ഈ ഒരു ബൗളിൽ ചെറുപയർ, ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതാണ്. പിന്നെ അതുകൂടാണ്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മെയിനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലയും കൂടെ യൂസ് ചെയ്ത് നമ്മുടെ ചെറുപയർ കറി ഫിനിഷ് ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒനിയനും ചില്ലിയും കട്ടാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ ചെറുപയർ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയറും ഉള്ളിയും പച്ചമുളകും കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി, കൂടുതലായിട്ട് ഇടണ്ട. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പാകത്തിന് വേണ്ട വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് 4 വിസിൽ നല്ല തീയിലും അതേപോലെ തന്നെ 2 വിസിൽ സിമ്മിലും ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ചെറുപയർ കറി വന്നിട്ടുള്ളത്. നമ്മൾ ഇളക്കുക. ഇപ്പം ചിലർ വെള്ളം വെച്ചത് കുറഞ്ഞതാണ്, തീരെ കുറവായിട്ട് വെള്ളം വെക്കരുത്, അപ്പം അടിയിൽ പിടിക്കും. കുറച്ച് കൂട്ടി തന്നെ വെള്ളം വെക്കണം. 4-6 വിസിൽ മൊത്തം അടുപ്പിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം. ഇനിയിപ്പോൾ വെള്ളം ലേശം കുറഞ്ഞു പോയി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ലേശം ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ കറക്റ്റാണ് ഉപ്പ് നോക്കട്ടെ. അതിനുശേഷം നമ്മൾ കുറച്ച് കറി ലീവ്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. കറി ലീവ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും കറി ലീവ്സ് ഇടേണ്ടതാണ്. കറി ലീവ്സ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. അത് കൂടാണ്ട് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുക്കുക. ഇത് ചെറുപയർ കറി തേങ്ങ അരച്ചൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ഫാസ്റ്റായിട്ട് വെക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ചെറുപയർ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വെച്ച് നോക്കണം. നമ്മുടെ ചെറുപയർ കറിയുടെ കൂടെ നമ്മൾ പുട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം കഴിച്ചിട്ട് അഭിപ്രായം അറിയല്ലേ? ഓക്കെ, എടുത്തോ. എങ്ങനെയുണ്ട്? നല്ലതാ? അടിപൊളി. ഓ,